ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് പൈപ്പ് അപ്പർച്ചറൻസസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നൊരു 2 ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഗ്രൂപ്പിലിട്ടിരുന്നു. ഓക്കെ, ഒന്ന് വാൽവിനെ കുറിച്ചും പിന്നെ എന്തിനാണ് വാൽവിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ട്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാൽവിൻ്റെ ഫിഗർ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ 10 മാർക്കിന്. ഓക്കെ, അങ്ങനത്തെ 2 ചോദ്യമുണ്ട്. ഇത് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യനാണ് ഈ 2 ചോദ്യങ്ങൾ. അപ്പോൾ വാൽവ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ചില സമയത്ത് വാൽവ് എന്നായിരിക്കും ചോദിക്കുക, ചില സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന ഒരു ചോദ്യം അപ്പർച്ചനൻസസ്, ഓക്കെ, പൈപ്പ് അപ്പർച്ചനൻസസ് എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കാറ്. അപ്പോൾ നമുക്കതൊന്നും കൂടി ഡിസ്കസ് ചെയ്യുക. അപ്പർച്ചനൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് ആർ ദ ഡിവൈസസ് റിക്വയർഡ് ടു ബി ഫിറ്റഡ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഫോർ ദ പർപ്പസ് ഓഫ് ഇറ്റ്സ് എഫിഷ്യൻറ്റ് ഫങ്ഷനിങ്. എഫിഷ്യൻ്റായിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൽ ഫിറ്റ് ചെയ്യുന്ന ഡിവൈസസിനെ പറയുന്ന പേരാണ് അപ്പർച്ചനൻസസ്. ഓക്കെ, എഫിഷ്യൻ്റായിട്ട് വാട്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മൾ ഫിറ്റ് ചെയ്യണ പലതരത്തിലുള്ള ഡിവൈസിന് പറയുന്ന പേരാണ് പൈപ്പ് അപ്പർച്ചനൻസസ്. അപ്പോൾ പലതരത്തിലുള്ള പൈപ്പ് അപ്പർച്ചനൻസസ് നമ്മൾ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഫസ്റ്റ് വൺ സ്ലൂയിസ് വാൽവ്, സെക്കൻഡ് വൺ ചെക്ക് അല്ലെങ്കിൽ റീഫ്ലക്സ് വാൽവ്, പിന്നെ എയർ വാൽവ് ഉണ്ട്, ഡ്രെയിൻ വാൽവ് ഉണ്ട്, ഡ്രെയിൻ വാൽവ് ഉണ്ട്, പിന്നെ സ്കോർ വാൽവ്, പിന്നെ ഹൈഡ്രൻ്റ്, പിന്നെ വരുന്നതാണ് വാട്ടർ മീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോണത് സ്ലൂയിസ് വാൽവിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത് എന്തായിരുന്നു? പൈപ്പ് അപ്പർച്ചനൻസസ്. എന്താണ് പൈപ്പ് അപ്പർച്ചനൻസസ്? അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദീസ് ആർ ദ ഡിവൈസസ് റിക്വയർഡ് ടു ബി ഫിറ്റഡ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഫോർ ദ പർപ്പസ് ഓഫ് ഇറ്റ്സ് എഫിഷ്യൻറ്റ് ഫങ്ഷനിങ്. എഫിഷ്യൻ്റായിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൽ ഫിറ്റ് ചെയ്യണ ഡിവൈസസിന് പറയണ പേരാണ് പൈപ്പ് അപ്പർച്ചനൻസസ്. APPURTENANCES. ഏതൊക്കെയാണ് പൈപ്പ് അപ്പർച്ചനൻസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ലൂയിസ് വാൽവ്, ചെക്ക് വാൽവ്, എയർ വാൽവ്, ഡ്രെയിൻ വാൽവ്, അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു വാക്കാണ് ബ്ലോ ഓഫ് വാൽവ്, സ്കോർ വാൽവ്, ഫയർ ഹൈഡ്രൻറ്റ്, വാട്ടർ മീറ്റർ. ഇനി സ്ലൂയിസ് വാൽവ് എന്താണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്ലൂയിസ് വാൽവ് എന്താണെന്നുള്ളത്. സ്ലൂയിസ് വാൽവിന് പറയുന്ന വേറൊരു വാക്കാണ് ഗേറ്റ് വാൽവ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് സ്ലൂയിസ് വാൽവ്, അല്ലേ? ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തുറക്കുക, അടയ്ക്കുക, അല്ലേ? അപ്പോൾ ഒരു ഫ്ലോ ഓഫ് വാട്ടറിനെ, ഓക്കെ, അതിനെ കൺട്രോൾ ചെയ്യുക. ഒരു പൈപ്പിലൂടെ ഒരു വെള്ളം ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാൽവാണ് സ്ലൂയിസ് വാൽവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ബേസിക്കലി നമ്മൾ ഫിക്സ് ചെയ്യണത് എവറി 3 to 5 കിലോമീറ്റർ ഇൻ്റർവെൽ. ഓക്കെ, പൈപ്പ് ലൈനിൻ്റെ 3 മുതൽ 5 കിലോമീറ്റർ ഇൻ്റർവെല്ലൊക്കെ നമ്മളിത് എന്ത് ചെയ്യും? ഇത് ഫിക്സ് ചെയ്യാറുണ്ട്, ഈ സ്ലൂയിസ് വാൽവ്. ഓക്കെ, എന്നിട്ട് അത് ഡിവൈഡ് ചെയ്യുക. ഡിഫറെൻറ്റ് സെക്ഷനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഏതൊക്കെ ഭാഗത്തേക്ക് നമുക്ക് സപ്ലൈ ചെയ്യണം അതിൻ്റെ അനുസരിച്ച് നമ്മൾ ആ വാൽവ് തുറന്ന് കൊടുക്കാറാണ് പതിവ്. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വാട്ടർ സപ്ലൈ യൂണിറ്റിലൊക്കെ ആണെങ്കിൽ ഒരാൾ വന്നിട്ട് രാവിലെ തന്നെ വന്നിട്ട് ഒരു പൈപ്പ് ഇങ്ങനെ തുറന്നു കൊടുക്കും. ആ തുറക്കണതിൻ്റെ അനുസരിച്ചാണ് വെള്ളത്തിൻ്റെ ഫ്ലോ സ്പീഡും കൂടുതലാണോ കുറയ്ക്കാനൊക്കെ പറ്റണത്. ഓക്കെ, അപ്പോൾ ഈ സ്ലൂയിസ് വാൽവ് ഇറ്റ് ഈസ് ബേസിക്കലി മെയ്ഡ് ഓഫ് കാസ്റ്റ് അയൺ. ഓക്കെ, കാസ്റ്റ് അയൺ കൊണ്ടാണ് ഇത് ബേസിക്കലി ഉണ്ടാക്കിയിട്ടുള്ളത്, വിത്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ, ബ്രാസ് ഓർ ബ്രോൺസ് mountings. Okay, when the handle is rotated, the spindle working in a nut moves, thus lowering or raising a disc fitted closely in the recess against opening, consequently either increasing or decreasing the area of flow. Thus the flow is regulated in the pipeline. നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാൽവ് നമ്മൾ എന്താ ചെയ്യണത്? റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. ഈ റൊട്ടേറ്റ് ചെയ്യണതിനനുസരിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്പിൻഡിലുണ്ട്, സ്പിൻഡിലല്ല, ഒരു വാൽവ് ഗേറ്റ് ഉണ്ട്. ഈ ഗേറ്റ് മുകളിലേക്കും താഴേക്കും വരിക ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യണ സമയത്ത് എന്ത് ചെയ്യും? നമ്മളുടെ ഒരു പൈപ്പ്, ഇപ്പോൾ വീട്ടിൻ്റെ പുറത്തേലൊക്കെ ഉള്ള പൈപ്പ് നമ്മൾ തുറക്കുമ്പോൾ എങ്ങനെയാണ് വെള്ളം വരിക, അടയ്ക്കുമ്പോൾ എങ്ങനെയാണ് വെള്ളം ക്ലോസ് ചെയ്യുക, അതേ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യണതാണ് ഈ സ്ലൂയിസ് വാൽവ് അല്ലെങ്കിൽ ഗേറ്റ് വാൽവ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യും? അതങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വെള്ളം ഫ്ലോ ചെയ്യും. ഓക്കെ, സ്പീഡ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. അതേപോലെ അതങ്ങോട്ട് തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ വെള്ളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ തടഞ്ഞു നിർത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫ്ലോ റെഗുലേറ്ററിന് വേണ്ടിയിട്ട്
അല്ലെങ്കിൽ കൺട്രോൾ ദ ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ പൈപ്പ്. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് വരുന്ന വാൽവാണ് ചെക്ക് വാൽവ് അല്ലെങ്കിൽ റീഫ്ലക്സ് വാൽവ് എന്ന് പറയും. ഓക്കെ, ചെക്ക് വാൽവ് അല്ലെങ്കിൽ റീഫ്ലക്സ്. അപ്പോൾ ഒന്നും കൂടി പറയാം, ഈ വാൽവിന് വേറൊരു വാക്കും കൂടി പറയാനുണ്ട്, നോൺ റിട്ടേൺ വാൽവ്. നോൺ റിട്ടേൺ വാൽവ് ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ഓട്ടോമാറ്റിക് ഡിവൈസസ് വിച്ച് അലൗ വാട്ടർ ടു ഫ്ലോ ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. ഓക്കെ, റിവേഴ്സ് ഡയറക്ഷനിൽ വെള്ളത്തിന് ഫ്ലോ ചെയ്യാൻ അനുവദിക്കാത്ത വാൽവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് ഏത്? ചെക്ക് വാൽവ് അല്ലെങ്കിൽ റീഫ്ലക്സ് വാൽവ് അല്ലെങ്കിൽ നോൺ റിട്ടേൺ വാൽവ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് അലൗസ് വാട്ടർ ടു ഫ്ലോ ഓൺലി ഇൻ വൺ ഡയറക്ഷൻ ഇറ്റ് പ്രിവെൻറ്റ്സ് ഫ്രം ഫ്ലോയിങ് ഇൻ റിവേഴ്സ് ഡയറക്ഷൻ. ഓക്കെ, ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫ്ലാറ്റ് ഡിസ്ക് ഉണ്ട്. ഓക്കെ, പിന്നെന്താണ് ഓർ ഡോർ ഹിഞ്ച്ഡ് ഫ്രം ദ ക്രൗൺ വിച്ച് ഫിറ്റ്സ് ടൈറ്റ്ലി അഗെയിൻസ്റ്റ് ദ ആനുലാർ വാൽവ് സീറ്റ്. ഓക്കെ, വെൻ ദർ ഇസ് ഫ്ലോ ഇൻ ഫോർവേഡ് ഡയറക്ഷൻ ദ ഡിസ്ക് ഇസ് ലിഫ്റ്റഡ് അബൌട്ട് ദ പിവട്ട്. ഒരു പിവട്ട് ഉണ്ട്, പിവട്ട് എന്ന് പറഞ്ഞാൽ ഒരു ജോയിൻറ്റ്, ആ പിവട്ടിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ടാണ് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ വെള്ളം വരുമ്പോൾ ഇതെന്ത് ചെയ്യും? ഈ ഡിസ്ക് മുകളിലേക്ക് പൊന്തി നിൽക്കും. ഓക്കെ, ഹൊറിസോണ്ടൽ പൊസിഷനിൽ. ഓക്കെ, അപ്പോൾ വെള്ളം ഒരു ഒബ്സ്ട്രക്ഷനും ഇല്ലാത്ത രീതിയിൽ വെള്ളം പോകും. ഓക്കെ, അപ്പോൾ വെൻ ദർ ഇസ് നോ ഫ്ലോ, ഓക്കെ, അല്ലെങ്കിൽ ദർ ഇസ് റിവേഴ്സ് ഫ്ലോ, ദ ഡിസ്ക് ഓട്ടോമാറ്റിക്കലി ഫോൾസ് ഡൗൺ. ആ ഡിസ്ക് ഓട്ടോമാറ്റിക്കലായിട്ട് റിവേഴ്സ് ഫ്ലോ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്ലോ ഇല്ലാത്ത സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അടയും. അപ്പോൾ എന്തുകൊണ്ട് സംഭവിക്കും? റിവേഴ്സ് ഫ്ലോ അവിടെ സംഭവിക്കില്ല. ഓക്കെ, ഇത് ബേസിക്കലി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണത് ഡെലിവറി സൈഡ് ഓഫ് പമ്പിലാണ്. ഓക്കെ, ഡെലിവറി സൈഡ് ഓഫ് പമ്പ് ടു പ്രിവെൻറ്റ് ദ ബാക്ക് ഫ്ലോ വെൻ പമ്പ് ഇസ് സ്റ്റോപ്ഡ്. ഓക്കെ, ബാക്ക് ഫ്ലോ സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യാണ്? അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക്കലി ഈ ഒരു വാൽവ് പ്രൊവൈഡ് ചെയ്യണത്. ഓക്കെ, പിന്നെന്താണ്? ദീസ് വാൽവ്സ് ആർ ഓൾസോ ലൊക്കേറ്റഡ് അറ്റ് പോയിൻറ്റ്സ് വെറെവർ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് പൊല്യൂഷൻ ഇൻ ദ പൈപ്പ് ലൈൻ. എവിടെയെങ്കിലും പൊല്യൂഷൻ സംഭവിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ചെക്ക് വാൽവ് അല്ലെങ്കിൽ റീഫ്ലക്സ് വാൽവ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡ്രെയിൻ വാൽവിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ബ്ലോ ഓഫ് വാൽവിനെ കുറിച്ചാണ്. ഇത് നമ്മൾ ബേസിക്കലി പ്രൊവൈഡ് ചെയ്യുന്നത് ഡെഡ് എൻഡിലാണ് അല്ലെങ്കിൽ ഡിപ്രഷനിലാണ്. പൈപ്പ് ലൈനിൽ ഡെഡ് എൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചതാണ് പൈപ്പിന്. വേറൊരു എന്താ പറയുക കണക്ഷനോ ലിങ്കോ ഒന്നുമില്ല, അവിടെ അങ്ങോട്ട് ക്ലോസ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അവിടെ വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ വേസ്റ്റ് വാട്ടറിനെ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കണ വാൽവാണ് ഡ്രെയിൻ വാൽവ് അല്ലെങ്കിൽ ബ്ലോ ഓഫ് വാൽവ്. പിന്നെ അതിൻ്റെ അടുത്ത് പറയേണ്ട വാൽവാണ് സ്കോർ വാൽവ്. സ്കോർ വാൽവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡ്രെയിൻ വാൽവ് പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെ ഡെഡ് എൻഡിലൊക്കെയാണ് അല്ലെങ്കിൽ ഡിപ്രഷനിലൊക്കെയാണ് നമ്മൾ ബേസിക്കലി ഇത് പ്രൊവൈഡ് ചെയ്യണത്. പക്ഷേ ഇവിടെ നമ്മൾ വെള്ളം റിമൂവ് ചെയ്യാനല്ല ഈ ഒരു സ്കോർ വാൽവ് പ്രൊവൈഡ് ചെയ്യണത്. ഇവിടെ നമ്മൾ ബേസിക്കലി റിമൂവ് ചെയ്യണത് അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള സിൽറ്റും സാൻഡും. ഓക്കെ, സ്കോറിങ് സംഭവിക്കാൻ സാധ്യത ഉണ്ട്. സ്കോറിങ് പറയുന്ന അവിടെ തേയ്മാനം ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞ് പൈപ്പിന് കേട് വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള സിൽറ്റിനെയും സാൻഡിനെയും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യണ ഒരു വാൽവാണ് സ്കോർ വാൽവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് ബേസിക്കലി പ്രൊവൈഡ് ചെയ്യണത് ഡെഡ് എൻഡിലും ഡിപ്രഷൻസിലുമാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ സിൽറ്റും സാൻഡും ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ വാൽവ് വീണ്ടും ക്ലോസ് ചെയ്യും. ഓക്കെ, പിന്നെ പറയേണ്ട വാൽവാണ് എയർ റിലീഫ് വാൽവ്. ഓക്കെ, എയർ റിലീഫ് വാൽവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എന്താണ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം വാട്ടർ ഹാമറിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഫക്റ്റ് പൈപ്പിൽ സംഭവിക്കാറുണ്ട്. ഹാമറിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു ഹാമർ വെച്ചിട്ട് ഒരു പൈപ്പിന് അടിച്ചു കഴിഞ്ഞാൽ ഒരു സൗണ്ട് വരുമല്ലോ, അതിനാണ് വാട്ടർ ഹാമറിങ്. അപ്പോൾ വാട്ടർ ഹാമറിങ് കൂടിക്കഴിഞ്ഞാൽ പൈപ്പ് എന്ത് സംഭവിക്കും? പൊട്ടിത്തെറിക്കാൻ വരെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ എയർ റിലീഫ് വാൽവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക നമ്മളുടെ ടാങ്കിൽ വെള്ളമില്ല, അപ്പോൾ ഫുള്ള് ഇങ്ങനെ എന്തായിരിക്കും ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. പെട്ടെന്ന് അങ്ങോട്ട് വെള്ളം ഫ്ലോ ചെയ്യുമ്പോൾ എന്താണ് അവിടെ ഒരു പ്രഷർ വേരിയേഷൻ വരുന്നുണ്ട്. ആ എക്സസ് പ്രഷർ എന്തെങ്കിലും ആ പ്രഷർ നമുക്ക് പുറത്തേക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യണതാണ് ഈ എയർ റിലീഫ് വാൽവ് എന്ന് പറഞ്ഞ വാൽവ്. ഓക്കെ, ഇനി പറയേണ്ട ഒരു ടോപ്പിക്കാണ് ഫയർ ഹൈഡ്രൻറ്റ്. ഇത് ഒരു റിവിഷൻ ക്ലാസ്സാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് എടുത്തു പോകുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്
ഫയർ ഹൈഡ്രൻറ്റ് ബേസിക്കലി 2 ടൈപ്പ് ഓഫ് ഫയർ ഹൈഡ്രൻ്റാണ് നമ്മൾ ബേസിക്കലി ഡേ ടു ഡേ ലൈഫിൽ പ്രൊവൈഡ് ചെയ്യാറ്. ഒന്ന് ഫ്ലഷ് ഹൈഡ്രൻ്റാണ്, ഒന്ന് പോസ്റ്റ് ഹൈഡ്രൻ്റാണ്. ഫ്ലഷ് ഹൈഡ്രൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രൗണ്ടിൻ്റെ അടിയിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, നമുക്ക് കാണാൻ പറ്റില്ല, അടിയിൽ അണ്ടർഗ്രൗണ്ട് ആയിട്ട് കൊടുക്കുന്ന ഒരു പോർഷനാണ് ഫ്ലഷ് ഹൈഡ്രൻറ്റ്. പോസ്റ്റ് ഹൈഡ്രൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്, നമ്മളുടെ ഭൂമീൻ്റെ മുകളിലായിട്ട് ഒരു പോസ്റ്റ് പോലെ കാണിക്കുന്ന ഒരു ഭാഗമാണ് എന്ത്, പോസ്റ്റ് ഹൈഡ്രൻറ്റ്. ബേസിക്കലി 60 മുതൽക്ക് 90 സെൻറ്റിമീറ്റർ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് പൊങ്ങി നിൽക്കുന്ന ഒരു ഭാഗമാണ് പോസ്റ്റ് ഹൈഡ്രൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്തിനാണ് പ്രൊവൈഡ് ചെയ്യണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫയർ ഫൈറ്റിംഗ് പർപ്പസിന് വെള്ളം എന്താ പറയുക എക്സ്ട്രാക്റ്റ് ചെയ്യാൻ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്താ പറയുക പെട്ടെന്ന് പോയിട്ട് ഒരു എലിവേറ്റർ റിസർവോയറിൽ നിന്ന് എടുക്കാൻ പറ്റൂല. അപ്പോൾ നമ്മളെന്താ ചെയ്യണത്, ഇങ്ങനത്തെ ഒരു കണക്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ. ഓക്കെ, അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് ദീസ് ആർ ദ മൗണ്ടിങ്സ് ഓൺ വാട്ടർ മെയിൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ പൈപ്പ് ആക്ടിങ് ആസ് ഔട്ട്ലെറ്റ് ഫോർ ഡ്രോയിങ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഫോർ ഫയർ ഫൈറ്റിംഗ് പർപ്പസ്. ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ നമുക്ക് ആവശ്യമുണ്ട് ഫയർ ഫൈറ്റിംഗ് പർപ്പസിന്. ആ ഫയർ ഫൈറ്റിംഗ് പർപ്പസിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണത്, ഈ ഒരു ഫയർ ഹൈഡ്രൻറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വാട്ടർ എക്സ്കാവേറ്റ് ചെയ്യണത് അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റ് ചെയ്യണത്. ഓക്കെ, നമ്മളിതിൻ്റെ ഡയാമീറ്റർ ബേസിക്കലി പറയണത് 150 mm, പറയുകയാണെങ്കിൽ 15 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ആയിട്ടാണ് ഇത് ഉണ്ടാവാറ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി 2 ടൈപ്പ് ഓഫ് ഹൈഡ്രൻ്റാണ്. ഒന്ന് ഫ്ലഷ് ഹൈഡ്രൻറ്റ്, അത് അണ്ടർഗ്രൗണ്ട് ചേമ്പറിലാണ് ഉണ്ടാവുക. ഓക്കെ, അതിൻ്റെ മുകളിൽ ഒരു കാസ്റ്റ് അയണിൻ്റെ കവർ ഉണ്ടാവും, അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും FH എന്ന് പറഞ്ഞാൽ ഫ്ലഷ് ഹൈഡ്രൻ്റ് എന്നാണ്. ഇനി പോസ്റ്റ് ഹൈഡ്രൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60 മുതൽക്ക് 90 സെൻറ്റിമീറ്റർ ഗ്രൗണ്ട് ലെവലിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ഭാഗമാണ് പോസ്റ്റ് ഹൈഡ്രൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം. ഓക്കെ, ഫയർ ആക്സിഡൻ്റ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ എന്താ പറയുക, നമ്മളുടെ ഫയർഫോഴ്സിൻ്റെ ആൾക്കാർ അവരുടെ ഹോസ് പൈപ്പ് ഈ ഒരു ഹൈഡ്രൻറ്റിലേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് എത്രയാണോ ആവശ്യം വെള്ളം അത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യാറ്. ഓക്കെ, ഒരു നല്ലൊരു ഫയർ ഹൈഡ്രൻ്റ് ആണെങ്കിൽ അതിന് നമ്മൾ ബേസിക്കലി പറയുന്ന പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീപ്പായിരിക്കണം, പിന്നെ ഈസി ടു കണക്റ്റ് ആയിരിക്കണം. ഓക്കെ, പിന്നെ പെട്ടെന്ന് കാണാൻ പറ്റണം, ഈസിലി ഡിറ്റക്റ്റബിൾ എന്ന് പറയും. കാണാൻ പറ്റുന്ന പറഞ്ഞാൽ എന്താ, നമുക്ക് ഈ എന്താ പറയുക ഫയർഫോഴ്സിൻ്റെ ആൾക്കാർക്ക് ഇത് തപ്പി നടക്കാൻ പാടില്ല, എവിടെയാണ് ഈ ഒരു എന്താ പറയുക ഹൈഡ്രൻ്റ് എവിടെയാണ് ഉള്ളതെന്ന് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. ഈസിലി ഡിറ്റക്റ്റബിൾ ആയിരിക്കണം, പിന്നെ റിലയബിൾ ആയിരിക്കണം. അവിടെ ഈ ഹൈഡ്രൻ്റ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, അതിലെപ്പോഴും വെള്ളം ഉണ്ടാവണം. ഓക്കെ, പിന്നെന്താണ്, ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാനും പറ്റണം. അതാണ് നമ്മളുടെ ബേസിക്കലി ഈ ഒരു ഹൈഡ്രൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി വാട്ടർ മീറ്റർ ഉണ്ട്. എന്തിനാണ് വാട്ടർ മീറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ മീറ്റർ ബേസിക്കലി നമ്മൾ ആൾക്കാരുടെ അടിസ്ഥാനത്തിൽ മിഡിൽ ക്ലാസ്, പിന്നെ അതേപോലെ തന്നെ ലോ ക്ലാസ് പീപ്പിളുണ്ട്, പിന്നെ കുറച്ച് റിച്ച് ആയിട്ടുള്ള പീപ്പിളുണ്ട്. അപ്പോൾ എല്ലാവരും തുല്യമായി വെള്ളം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്താ ചെയ്യണത്, വാട്ടർ മീറ്റർ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ എത്ര വെള്ളം അതിലൂടെ പാസ് ചെയ്തു എന്ന് നമുക്ക് അളക്കാൻ പറ്റും. ഓക്കെ, ഡിവൈസസ് യൂസ് ടു മെഷർ ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഫ്ലോയിങ് ത്രൂ പൈപ്പ് അണ്ടർ പ്രഷർ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു മീറ്ററിങ് സിസ്റ്റം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് എന്തുണ്ടാവും, അവരുപയോഗിക്കുന്ന വെള്ളത്തിനൊരു ഇതുണ്ടാവും. ഓക്കെ, അവർ ആവശ്യത്തിനേ ഉപയോഗിക്കുള്ളൂ, അനാവശ്യത്തിന് വെള്ളം ഉപയോഗിക്കില്ല. എന്ത് കാര്യത്തിന് നമ്മൾ ഒരു എന്താ പറയുക ചാർജ് ഈടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് എന്ത് ചെയ്യും, അത് ഉപയോഗിക്കാനുള്ള ടെൻഡൻസി എന്താ പറയുക ലിമിറ്റഡ് ആയിട്ടേ ഉപയോഗിക്കുള്ളൂ, അല്ലാതെ അൺവാണ്ടഡ് യൂസ് നമുക്ക് ബേസിക്കലി ഒഴിവാകും. വാട്ടർ മീറ്റർ നമ്മൾ ബേസിക്കലി പറയണത് 2 ടൈപ്പാണുള്ളത്, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈപ്പും ഉണ്ട്, വെലോസിറ്റി മീറ്ററും ഉണ്ട്. ഓക്കെ, വാട്ടർ മീറ്റേഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് മീറ്റേഴ്സും ഉണ്ട്, വെലോസിറ്റി മീറ്റേഴ്സും ഉണ്ട്. ഓക്കെ, പിന്നെന്താ, ഇതൊക്കെയാണ് നമുക്ക് ബേസിക്കലി ഈ ഒരു പൈപ്പ് അപ്പർച്ചനൻസ് എന്ന ടോപ്പിക്കിൽ പറയാനുള്ളത്. ഈ ഒരു ടോപ്പിക്ക് നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം ആ ഒരു 2 ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, 2 ദിവസം ടൈം തരാം, ആ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ.